കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ ഷിജു ഖാൻ ആണ് നമുക്കൊപ്പം ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത്. ഡോക്ടർ ഷിജു ഖാൻ, ഗുഡ് മോർണിംഗ്. സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. ശ്രീ ഷിജു ഖാൻ, ഇപ്പോൾ ഈ ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ടുള്ള പോരാണ് കേരള സർവകലാശാലയിലേക്കും വ്യാപിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഓരോ ദിവസവും പുതിയ പുതിയ തലത്തിലേക്ക് നീങ്ങുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിച്ച നടപടിക്കെതിരെ ഗവർണർ പുതിയൊരു പോർമുഖം തീർക്കുകയാണ്. സിൻഡിക്കേറ്റിനെ അടക്കം പിരിച്ചുവിടാൻ ഗവർണർ നടപടിയെടുക്കുമെന്ന സൂചനകളും വാർത്തകളും പുറത്തു വരുന്നു. എന്താണ് ആദ്യം തന്നെ അങ്ങയുടെ ടേക്ക് ഈ വിഷയത്തിൽ? കേരള സർവകലാശാല ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ സർവകലാശാലകളിലൊന്നാണ്. ആ സർവകലാശാല ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മാതൃകയായ ഒട്ടേറെ നേട്ടങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വലിയ പിന്തുണയോടുകൂടി കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് യൂണിവേഴ്സിറ്റിയുടെ സർവ്വതോന്മുഖമായ പുരോഗതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നത്. ഈ അടുത്ത ദിവസങ്ങളിലുണ്ടായ വിവാദങ്ങളുടെ പശ്ചാത്തലമൊന്നും ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അതുപ്രകാരം നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്ന പരമോന്നതമായ സഭ എന്ന നിലയിൽ സിൻഡിക്കേറ്റും അതിലെ അംഗങ്ങളുടെ നിലപാടും വളരെ പ്രധാനമാണ്. ഏതൊരു ജീവനക്കാരനെയും ഓഫീസറെയും നടപടി സ്വീകരിക്കാൻ യൂണിവേഴ്സിറ്റിയുടെ നിയമപ്രകാരം എന്താണോ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് ആ വ്യവസ്ഥകളാണ് പാലിക്കപ്പെടേണ്ടത്. സെനറ്റ് ഹാളിൽ അത് അനുവദിക്കുകയും തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി അവിടെ ഉപയോഗിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് തന്നിൽ അർപ്പിതമായ നിയമപരമായ ഉത്തരവാദിത്വം രജിസ്ട്രാർ നിർവഹിച്ചത്. പക്ഷേ രജിസ്ട്രാറെ ഏകപക്ഷീയമായി സസ്പെൻഡ് ചെയ്യുക എന്ന തീരുമാനം ഡോക്ടർ മോഹനൻ കുന്നുമ്മേൽ സ്വീകരിക്കുകയുണ്ടായി. അപ്പോൾ അത് നിയമപരമായി നിലനിൽക്കുന്നതല്ല എന്ന നിലപാടാണ് സിൻഡിക്കേറ്റിൻ്റേത്. കാരണം രജിസ്ട്രാറുടെ അപ്പോയിൻറ്റിംഗ് അതോറിറ്റിയും രജിസ്ട്രാറുടെ ഡിസിപ്ലിനറി അതോറിറ്റിയും സിൻഡിക്കേറ്റാണ്. സിൻഡിക്കേറ്റിൻ്റെ അധികാരങ്ങൾ കൈയടക്കിക്കൊണ്ട് യൂണിവേഴ്സിറ്റിയിലെ ഓഫീസർമാരെ സസ്പെൻഡ് ചെയ്യാനും അവർക്കെതിരായി നടപടി സ്വീകരിക്കാനും ഈ സിൻഡിക്കേറ്റിനെ അടക്കം പിരിച്ചുവിടാനാണ് ഇപ്പോൾ ഗവർണർ നീക്കം നടത്തുന്നത് ആരംഭിക്കുന്നത്. അത് നിയമപരമായി ചാൻസലർക്ക് അതിനുള്ള ഒരു അധികാരമുണ്ടോ? നീക്കം നടത്തുന്നതും സൂചനകളിൽ നിന്ന് വരുന്നതുമായ കാര്യങ്ങളോട് ഇപ്പോൾ മറുപടി പറയാൻ സാധിക്കുകയില്ല. കാരണം ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോഴാണ് നമുക്കതിനോട് പ്രതികരിക്കാൻ സാധിക്കുക. പക്ഷേ കേരള യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് നിയമവിരുദ്ധമായ ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് നിയമങ്ങൾ സംരക്ഷിക്കാനും ആക്ടും സ്റ്റാറ്റ്യൂട്ടും സംരക്ഷിക്കാനുമുള്ള തീരുമാനമാണ്. ഷിജു ഖാൻ, ഇപ്പോൾ സിസ തോമസ് ഗവർണർക്ക് നൽകിയ റിപ്പോർട്ട് സിസ തോമസ് പോയതിനു ശേഷവും അവിടെ യോഗം തുടർന്നു. അതിനുശേഷമാണ് ഈ ഒരു തീരുമാനത്തിലേക്ക്, ഈ രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിക്കുന്നതിലേക്ക് സിൻഡിക്കേറ്റ് അംഗങ്ങൾ എത്തിയത് എന്നാണ്. അത് നിയമവിരുദ്ധമെന്നാണ് VC പറയുന്നത്. ബഹുമാന്യായ സിസ തോമസ് ഏതെങ്കിലും ഒരു റിപ്പോർട്ട് നൽകിയിട്ടുണ്ടോ എന്നും അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ കണ്ടൻ്റെന്നും ഔദ്യോഗികമായി സിൻഡിക്കേറ്റ് മെമ്പർ എന്ന നിലയിൽ എന്നെ അറിയിച്ചിട്ടില്ല, എനിക്കറിയില്ല. എന്നാൽ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റിൻ്റെ തലവനോ അതിൻ്റെ ബോസോ സിൻഡിക്കേറ്റിൻ്റെ അപ്പെക്സ് അതോറിറ്റിയോ അല്ല വൈസ് ചാൻസലർ. ഞാനൊന്ന് പറഞ്ഞു തീരും വരെ താങ്കളൊന്ന് കേൾക്കണം. സിൻഡിക്കേറ്റിലെ ഒരു മെമ്പർ എന്ന നിലയിൽ സിൻഡിക്കേറ്റ് ചെയർ ചെയ്യുന്ന ആൾ മാത്രമാണ് വൈസ് ചാൻസലർ. സിൻഡിക്കേറ്റിനെ നിയന്ത്രിക്കാനും സിൻഡിക്കേറ്റിൻ്റെ ഡിസിഷനെ തീരുമാനിക്കാനുമുള്ള യാതൊരു അധികാരവും ബഹുമാന്യയായ സിസ തോമസിനില്ല. കേരള സർവകലാശാല നിയമങ്ങളും ചട്ടങ്ങളും ഒന്ന് വായിച്ചു നോക്കിയാൽ അതറിയാം. കാരണം സിൻഡിക്കേറ്റിൻ്റെ തീരുമാനങ്ങൾ സിൻഡിക്കേറ്റാണ് കൈക്കൊള്ളുന്നത്. അവിടെ നടന്ന സംഭവങ്ങൾ പകൽ പോലെ വ്യക്തമാണ്.
സിൻഡിക്കേറ്റിൻ്റെ മുന്നിലേക്ക് ഒരു വിഷയം സമർപ്പിക്കപ്പെട്ടാൽ, ഇപ്പോൾ ആ സിൻഡിക്കേറ്റിൻ്റെ മുന്നിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നതായിട്ടുള്ള വിഷയങ്ങൾ പ്ലേസ് ചെയ്യപ്പെടുകയാണ്, മേശപ്പുറത്ത് പ്ലേസ് ചെയ്യപ്പെടുകയാണ്. സിൻഡിക്കേറ്റ് അഭിപ്രായം രേഖപ്പെടുത്തും, സിൻഡിക്കേറ്റ് തീരുമാനം കൈക്കൊള്ളും. അത് മെജോറിറ്റിയുടെ അടിസ്ഥാനത്തിലായിരിക്കും. ചിലപ്പോൾ യുനാനിമസ് ആയിട്ടൊരു തീരുമാനം എടുക്കും, ചിലപ്പോൾ നിയമപരമായിട്ടുള്ള മെജോറിറ്റി അതാണ് അതിൽ ഒന്നുകിൽ യുനാനിമസ് ആയിട്ട് എടുക്കും, അതല്ലെങ്കിൽ മെജോറിറ്റിയുടെ തീരുമാനം കൈക്കൊള്ളും. ആ തീരുമാനമാണ് പ്രൊഫസർ അനിൽകുമാറിൻ്റെ സസ്പെൻഷൻ റദ്ദാക്കുക എന്ന നിലപാട് ഞങ്ങൾ സ്വീകരിച്ചു. അത് ഞങ്ങളുടെ അധികാരത്തിൽപ്പെട്ട കാര്യമാണ്, അത് വൈസ് ചാൻസലറുടെ അധികാരത്തിൽപ്പെട്ട കാര്യമല്ല. ഞങ്ങളുടെ അധികാരത്തിൽപ്പെട്ട കാര്യം മറ്റൊരു വൈസ് ചാൻസലർ ഇൻചാർജ് ആയിട്ടുള്ള മോഹനൻ കുന്നുമേൽ കൈയടക്കി അദ്ദേഹം അത് കൈവശപ്പെടുത്താൻ ശ്രമിച്ചു. അത് തെറ്റാണെന്ന് സിൻഡിക്കേറ്റ് തീരുമാനം കൈക്കൊള്ളുകയുണ്ടായി. ഇപ്പോൾ മെനിഞ്ഞാന്നത്തെ വാർത്ത നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകുമല്ലോ. ഇന്നലെ സിൻഡിക്കേറ്റ് എടുത്ത മെനിഞ്ഞാന്ന് സിൻഡിക്കേറ്റ് എടുത്ത തീരുമാനം ഹൈക്കോടതിയിൽ പോകും. അപ്പോൾ അത് നിയമപരമായി അത് റദ്ദാക്കപ്പെടും, അത് ചോദ്യം ചെയ്യപ്പെടും, അതിന് നിയമസാധുത ഇല്ലാതാകും. ഇതാണല്ലോ വലതുപക്ഷം സംഘപരിവാർ RSS വൃന്ദം പ്രചരിപ്പിച്ചത്. ഇന്നലെ ഹൈക്കോടതിയിൽ കേസ് വന്നു. ഹൈക്കോടതിയിൽ കേസ് വന്നപ്പോൾ പ്രൊഫസർ അനിൽകുമാർ തൻ്റെ 226 അനുസരിച്ചുള്ള റിട്ട് ഹർജി വിഡ്രോ ചെയ്യാൻ തീരുമാനിക്കുന്നു. അത് വിഡ്രോ ചെയ്യുന്നതിൻ്റെ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സസ്പെൻഷൻ സിൻഡിക്കേറ്റ് റദ്ദാക്കുകയും അദ്ദേഹം രജിസ്ട്രാറായിട്ട് നിയമിതനാവുകയും ചുമതല ഏൽക്കുകയും ചെയ്തു. ഹൈക്കോടതി അത് നിയമവിരുദ്ധമാണെന്ന് കാരണം ഈ അങ്ങ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. കാരണം ഇപ്പൊ ഈ കോടതി കഴിഞ്ഞ ദിവസം ഈ ഒരു വിഷയത്തിൽ പ്രത്യേകിച്ച് ഒരു ചോദ്യം പോലും അല്ലെങ്കിൽ ഒരു തരത്തിലും ഒരു നിരീക്ഷണം നടത്തുകയൊന്നും ചെയ്തില്ല. ഹർജി പിൻവലിക്കാൻ തയ്യാറാണെങ്കിൽ ഓക്കെ, ആ ഒരു രീതിയിൽ തന്നെയായിരുന്നു കോടതി എടുത്തത്. പക്ഷേ ഞാൻ ചോദിക്കുന്നത് ശ്രീ ഷിജു ഖാൻ, ഇപ്പോൾ സിൻഡിക്കേറ്റ് യോഗം കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്നു. ഈ സിൻഡിക്കേറ്റ് യോഗത്തിന് ഒരു അജണ്ട ഉണ്ടായിരിക്കുമല്ലോ. ഈ അജണ്ട അംഗീകരിക്കേണ്ടതും VC ആണ് എന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിക്കാൻ ആ അജണ്ടയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അത് VCക്ക് നേരത്തെ അറിയാവുന്ന കാര്യമല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തിനാണ് VC ഇപ്പോൾ ചാൻസലർക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു കത്ത് നൽകുന്നത്? അതോ VC അറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു അജണ്ട അതിൽ ഉൾപ്പെടുത്തിയ കാര്യം? നമ്മുടെ കേരളത്തിൽ ചില വൈസ് ചാൻസലർമാർ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ പ്രയോഗവൽക്കരിക്കുകയാണ്. സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ പ്രയോഗവൽക്കരിക്കുകയും അതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായം പറയുന്നവരെ മുഴുവൻ ചോദ്യം ചെയ്യുകയും അവരെ നടപടി സ്വീകരിക്കുകയും ആ ശബ്ദങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. കേരള യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാർ ദീർഘകാലമായി തൻ്റെ മേഖലയിൽ പ്രാവീണ്യമുള്ള വിദ്യാഭ്യാസ വിചക്ഷണനാണ്. അദ്ദേഹത്തിനെതിരായിട്ട് നടപടി സ്വീകരിക്കുകയാണല്ലോ ചെയ്തത്. എന്താ ഇതിൻ്റെ അടിസ്ഥാനം? നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാർ പദവി ഒട്ടേറെ ധർമ്മങ്ങൾ നിർവഹിക്കേണ്ടുന്ന ചുമതലയാണ്. അപ്പോൾ ആ രജിസ്ട്രാറെ, നിയമപരമായി നിയോഗിക്കപ്പെട്ട രജിസ്ട്രാറെയാണ് സസ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ അജണ്ട എന്തായിരുന്നു? ആ അജണ്ടയുടെ ഹൈക്കോടതിയിലെ കേസുമായി ബന്ധപ്പെട്ടാണ് അജണ്ട. ഹൈക്കോടതിയിലെ കേസുമായി ബന്ധപ്പെട്ട അജണ്ട വരികയും ഇങ്ങനെ രജിസ്ട്രാർക്കെതിരായിട്ട് മോഹനൻ കുന്നുമേൽ എടുത്ത നടപടികൾ, അതിനെ സംബന്ധിച്ച ഓർഡർ അവിടെ വിതരണം ചെയ്യുകയും ടേബിളിൽ വെക്കുകയും ചെയ്തു. ടേബിളിൽ പ്ലേസ് ചെയ്യപ്പെട്ടാൽ സ്വാഭാവികമായി അതിന്മേൽ തീരുമാനമെടുക്കും. റിപ്പോർട്ട് ദ സിൻഡിക്കേറ്റ് ഓൺ ദ ഇൻസിഡൻറ്റ് ഹാപ്പൻ ഇൻ കണക്ഷൻ വിത്ത് ദ മീറ്റിംഗ് ഹെൽഡ് അറ്റ് കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാൾ ട്രിവാൻഡ്രം എന്ന ഈ മാറ്റർ സിൻഡിക്കേറ്റിൻ്റെ മുമ്പിൽ പ്ലേസ് ചെയ്യപ്പെട്ടു. അപ്പോൾ വൈസ് ചാൻസലർക്ക് നിലപാട് സ്വീകരിക്കാം. ഞങ്ങൾ എടുക്കുന്ന തീരുമാനത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അവിടെ രേഖപ്പെടുത്താം, ഡിസൻറ്റ് രേഖപ്പെടുത്താം, ഏത് മെമ്പർക്കും ഡിസൻറ്റ് രേഖപ്പെടുത്താം. പക്ഷെ തീരുമാനം മെജോറിറ്റിയുടെ അടിസ്ഥാനത്തിലായിരിക്കും. അതാണ് നിയമം. അങ്ങനെ സിസ തോമസിന് തൻ്റെ വ്യത്യസ്ത അഭിപ്രായം അവിടെ രേഖപ്പെടുത്താമായിരുന്നല്ലോ. തൻ്റെ അഭിപ്രായം ആണ് എന്ന് പറഞ്ഞ് മിനിറ്റ്സ് ചെയ്യാമായിരുന്നല്ലോ. അല്ലാതെ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുക, യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ യൂണിവേഴ്സിറ്റി നിയമത്തിൽ വ്യവസ്ഥയില്ല. ശ്രീ ഷിജു ഖാൻ, അപ്പം ഈ അജണ്ടയിലുള്ള വിവരങ്ങളൊക്കെ സിസ തോമസിന് അറിയാമായിരുന്നിട്ടും ആ സിൻഡിക്കേറ്റ് യോഗത്തിൽ തന്റെ നിലപാട് അറിയിക്കാതെ, തന്റെ വിയോജിപ്പ് അറിയിക്കാതെ ചാൻസലർക്ക് ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു അല്ലേ? അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സിൻഡിക്കേറ്റ് മെമ്പർമാരെയും സിൻഡിക്കേറ്റിനെയും ഓവർ റൂൾ ചെയ്യാനും നിയന്ത്രിക്കാനും ഭരിക്കാനും വൈസ് ചാൻസലർമാർക്ക് അധികാരമില്ല. നമ്മുടെ നാട്ടിലാകെ പരക്കുന്ന ഒരു ധാരണ ഈ വൈസ് ചാൻസലർമാർ സിൻഡിക്കേറ്റിന് മുകളിലാണെന്നാണ്. വൈസ് ചാൻസലർ സിൻഡിക്കേറ്റിൻ്റെ മുകളിലല്ല.
വൈസ് ചാൻസലർ സിൻഡിക്കേറ്റ് ചെയർ ചെയ്യുന്ന ഒരാൾ മാത്രമാണ്. ഇനി വൈസ് ചാൻസലർ ഏതെങ്കിലും തരത്തിൽ വൈസ് ചാൻസലറുടെ ഒരു കുറവ് വന്നാൽ എന്ത് ചെയ്യും? സിൻഡിക്കേറ്റ് കൂടാതിരിക്കുമോ? അതിന് നിയമം പറയുക, ആക്ട് സ്റ്റാറ്റ്യൂട്ട് ചാപ്റ്റർ 2 കൃത്യമായി പറയുകയാണ്. ഇനി വൈസ് ചാൻസലർ അല്ല, അവിടെ വൈസ് ചാൻസലർക്ക് എന്തെങ്കിലും അവർക്ക് വരാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും തരത്തിലൊരു പ്രയാസം വന്നു, അല്ലെങ്കിൽ അവർ ആ മീറ്റിങ്ങിൽ തുടരുന്നില്ല എങ്കിൽ പ്രോ വൈസ് ചാൻസലർ അധ്യക്ഷൻ വഹിക്കും. ഇനി പ്രോ വൈസ് ചാൻസലർ ഇല്ലെങ്കിൽ സിൻഡിക്കേറ്റ് തന്നെ വൺ ഓഫ് ദി മെമ്പർ ഒരാളെ എലക്ട് ചെയ്യും. ഞങ്ങളവിടെ ഒരു മെമ്പറെ അധ്യക്ഷനാക്കി തീരുമാനം നിയമപരമായി കൈക്കൊണ്ട് ഹൈക്കോടതി അറിയിച്ചു. പിന്നെ സിൻഡിക്കേറ്റിനെതിരെ സിസ തോമസ് നിലപാട് സ്വീകരിക്കൂ എന്ന് പറഞ്ഞാൽ സിൻഡിക്കേറ്റിനെതിരെ നിലപാട് സ്വീകരിക്കാൻ സിസ തോമസിനോ ബഹുമാന്യായ സിസ തോമസിനോ ബഹുമാനപ്പെട്ട മോഹൻ കുന്നുമേലിനോ നിയമപ്രകാരം അധികാരം ഇല്ലല്ലോ. അങ്ങനെ അധികാരം ഉണ്ടായിരുന്നെങ്കിൽ ആർട്ടിക്കിൾ 1013 ആക്ടിലെ 1013 വൈസ് ചാൻസലർക്ക് പരമമായ അധികാരം കൊടുക്കും. ഏത് തീരുമാനവും അദ്ദേഹത്തിന് എടുക്കാമെന്ന് പറയും. പക്ഷേ 1013 പറയുന്നത് എന്താ? ഏതെങ്കിലും ഒരു തീരുമാനം സിൻഡിക്കേറ്റിന്റേത് വൈസ് ചാൻസലർ കഴിഞ്ഞ ദിവസം കോടതിയിൽ ഈ കേസ് ആദ്യം എത്തിയ സമയത്ത് പക്ഷേ ഹൈക്കോടതി അത്തരത്തിലൊരു നിരീക്ഷണം നടത്തിയിരുന്നു. ഇപ്പോൾ ചാൻസലർക്ക് വേണമെങ്കിൽ രജിസ്ട്രാർക്കെതിരെ ഒരു നടപടി എടുക്കാമെന്ന രീതിയിൽ കോടതി പറഞ്ഞിരുന്നു. അപ്പോൾ അത് അങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ചോദിക്കാൻ വരുന്നത് അതല്ല. ഇപ്പോൾ നമ്മുടെ ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ച് അങ്ങേക്കറിയാം, ഭാരതാംബ വിവാദം, കേരള യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് ഒരു ഭാരതാംബ വിവാദമുണ്ട്. കഴിഞ്ഞ ദിവസം സേവാഭാരതിയുടെ പരിപാടിയിൽ പങ്കെടുത്ത മറ്റൊരു VC നമ്മൾ കണ്ടു. അപ്പോൾ ഈ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ എന്താണ് ശ്രീ ഷിജു ഖാൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ഒരു കാവ്യവൽക്കരണ നീക്കം നടക്കുന്നു, അങ്ങനെ വിലയിരുത്താൻ കഴിയുമോ ഈ പലവിധമായ വിഷയങ്ങൾ നമ്മൾ ഒന്നിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു സാഹചര്യത്തിൽ? അല്ല, ഈ വൈസ് ചാൻസലർമാരുടെ ആ മഹാത്മ്യവും അവരുടെ പദവിയും വളരെ വലുതാണ്. ഞാൻ 2009-10 കാലയളവിൽ വിദ്യാർത്ഥിയായിരിക്കെ സിൻഡിക്കേറ്റ് മെമ്പറായി വന്ന ഒരാളാണ്. 2018 പിന്നീട് വീണ്ടും സിൻഡിക്കേറ്റിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചു. 2023 വീണ്ടും സിൻഡിക്കേറ്റിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കാൻ അവസരം കിട്ടി. വൈസ് ചാൻസലർമാരെന്ന് പറഞ്ഞാൽ അതിമഹത്തായ പദവിയാണ്. UGC റെഗുലേഷൻ തന്നെ 2010 വളരെ കൃത്യമായിട്ട് വിശദീകരിക്കുന്നത് അവരുടെ പാണ്ഡിത്യം, അവരുടെ പ്രവർത്തന മികവ്, അവരുടെ അഡ്മിനിസ്ട്രേഷൻ സ്കിൽ, അവരെ യൂണിവേഴ്സിറ്റിയെ നയിക്കാനുള്ള അവരുടെ കഴിവ്, ഇതെല്ലാം പരിഗണിച്ചാണ് നമ്മൾ വൈസ് ചാൻസലറായിട്ട് ഒരാളെ നിയമിക്കുന്നത്. പക്ഷേ ഇവിടെ എല്ലാം ആക്ടിംഗ് വൈസ് ചാൻസലർമാരാണ്. ഇവരൊന്നും നിയമപരമായി തിരഞ്ഞെടുക്കപ്പെട്ടവരല്ല, നിയമപരമായ വഴികളിലൂടെ വന്നവരല്ല പലരും. അതിൽ പലരും അർഹരായിട്ടുള്ള ആളുകൾ പോലുമല്ല, പലരും അങ്ങനെ അല്ലാതെ വന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഫിഷറീസ് യൂണിവേഴ്സിറ്റിയിലെയും മലയാള യൂണിവേഴ്സിറ്റിയിലെയും ബിജുകുമാറും ഡോക്ടർ CR പ്രസാദ് സാറിനെയും പോലുള്ള ആളുകൾ അവരുടെ മേഖലയിൽ അഗാധ പാണ്ഡിത്യമുള്ള അർഹരായ ആളുകളാണ്. അങ്ങനെ അല്ലാത്ത ആളുകളും കേരളത്തിലെ ചില വൈസ് ചാൻസലർമാരായിരിക്കുകയാണ്. അവർ വിധേയത്വം പ്രകടിപ്പിക്കുകയാണ്, സംഘപരിവാറിനോട് വിധേയത്വം പ്രകടിപ്പിക്കുകയാണ്, സംഘപരിവാറിൻ്റെ പ്രചാരകരാവുകയാണ്, സിൻഡിക്കേറ്റിനെയും സെനറ്റിനെയും ഒക്കെ ഭയപ്പെടുത്തി നിർത്താൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ സിസ തോമസിൻ്റെ റിപ്പോർട്ടിനെ, ബഹുമാന്യായ സിസ തോമസിൻ്റെ റിപ്പോർട്ടിനെ കുറിച്ചാണ്, ഞാൻ കണ്ടില്ല റിപ്പോർട്ട്. പക്ഷേ ആരെയാണ് വൈസ് ചാൻസലർമാരായിട്ടുള്ള ആക്ടിംഗ് വൈസ് ചാൻസലർമാർ ആരെയാണ് ഭയപ്പെടുത്തുന്നത്? ഞങ്ങളൊക്കെ വ്യവസ്ഥാപിത നടപടികളിലൂടെ, നിയമപരമായ നടപടികളിലൂടെ സിൻഡിക്കേറ്റിൽ വന്നവരാണ്. നിയമസഭ പാസാക്കിയ ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സിൻഡിക്കേറ്റ് മെമ്പർമാരായി വന്നവരാണ്. ആക്ട് പറയുന്നത് സിൻഡിക്കേറ്റിൻ്റെ അധികാരത്തെ, പരമമായ അധികാരത്തെക്കുറിച്ച് ആക്ട് പറയുന്നുണ്ടെങ്കിൽ നിയമപരമായ അധികാരം ഞങ്ങൾ വിനിയോഗിച്ചിരിക്കും. രജിസ്ട്രാർ അല്ല, ഏതൊരു ജീവനക്കാരനെതിരെയും അന്യായ നടപടി സ്വീകരിച്ചാൽ അതെല്ലാം കണ്ടുകൊണ്ട് നിശബ്ദരായിരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. എന്താ 1014 ആക്ടിൽ 1014 പറയുന്നത്? നിങ്ങൾ ഇവരോടൊക്കെ ചോദിക്കണം. ബഹുമാന്യായ സിസ തോമസിനോട് ചോദിക്കണം, ബഹുമാന്യനായ മോഹനൻ കുന്നുമേലോട് ചോദിക്കണം. ആക്ടിലെ 1014 വിശദീകരിക്കുന്നത് ഡെപ്യൂട്ടി രജിസ്ട്രാർ റാങ്കിന് താഴെയുള്ള ആളെ മാത്രമേ വൈസ് ചാൻസലർക്ക് നടപടിയെടുക്കാൻ കഴിയൂ. ഡെപ്യൂട്ടി റാങ്കിന് താഴെ മുകളിലുള്ള ഒരാളെയും നടപടി സ്വീകരിക്കാൻ വൈസ് ചാൻസലർമാർക്ക് അധികാരമില്ല. ഇല്ലാത്ത അധികാരം ഇവർ കൈയടക്കുകയാണ്. ഇല്ലാത്ത അധികാരം കൈയടക്കാൻ ശ്രമിച്ചാൽ അത് അനുവദിക്കാൻ സാധ്യമല്ല. പിന്നെ സിൻഡിക്കേറ്റിനെ ഒന്നും ഭയപ്പെടുത്തേണ്ട കാര്യമില്ല. ഞങ്ങൾ ദീർഘകാലമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്. ഞങ്ങൾ വെല്ലുവിളികളെ നേരിട്ടവരാണ്. ഞങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ് ഉന്നത വിദ്യാഭ്യാസ മേഖലയോടാണ്.
ഞങ്ങളൊക്കെ വ്യത്യസ്ത രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് ഒക്കെ പ്രവർത്തിക്കുന്നവരായിരിക്കും. പക്ഷേ ഞങ്ങളുടെ നിലപാട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മികവിന് വേണ്ടിയാണ്. അവിടെ സങ്കുചിതമായ രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയ നിലപാടല്ല ഞങ്ങൾ സിൻഡിക്കേറ്റിൽ കൈക്കൊള്ളുന്നത്. നിങ്ങൾ ആലോചിക്കൂ, ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടുള്ളവർ മാത്രമല്ലല്ലോ, കോൺഗ്രസിന്റെ ഭാഗമായി നിൽക്കുന്ന സിൻഡിക്കേറ്റ് മെമ്പറും സിൻഡിക്കേറ്റിൽ ഈ രജിസ്ട്രാറുടെ നടപടി, സസ്പെൻഷൻ നടപടി ശരിയല്ല എന്ന നിലപാട് കൈക്കൊള്ളുകയാണ്. നിങ്ങൾ ഈ കേരള യൂണിവേഴ്സിറ്റി പരിധിയിലെ കോളേജുകളിൽ, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അന്വേഷിക്കണം. വ്യത്യസ്ത രാഷ്ട്രീയമുള്ളവരുണ്ട്. അത് UDF, LDF, വ്യത്യസ്ത രാഷ്ട്രീയമുള്ളവരുണ്ട്. അവർക്കൊക്കെ അറിയാം നിലപാട് വ്യക്തമാണ്. പോകുമ്പോ ഓക്കെ, വളരെയധികം നന്ദി ശ്രീ ഷിജു ഖാൻ, നമുക്കൊപ്പം ചേർന്നതിനും അങ്ങയുടെ അഭിപ്രായം പങ്കുവച്ചാൽ അങ്ങേക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുകയാണ്. താങ്ക് യു.